ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ വിവരങ്ങൾ തേടി സുപ്രീം കോടതി. ദില്ലി ഫയർഫോഴ്സ് മേധാവിയിൽ നിന്നുമാണ് വിവരങ്ങൾ തേടിയത്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സ്വാതി, കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നോട്ട് കണ്ടെത്തിയ കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ എന്താണ്, സുപ്രീം കോടതി തന്നെ വലിയ തരത്തിലുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിലേക്കുള്ള മാറ്റം അവിടെ നിന്നുള്ള അഭിഭാഷകർ തന്നെ തടയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ സുപ്രീം കോടതി റിപ്പോർട്ട് തേടിയതിൻ്റെ വിശദാംശങ്ങൾ? ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ വിവരങ്ങൾ തേടി സുപ്രീം കോടതി. ദില്ലി ഫയർഫോഴ്സ് മേധാവിയിൽ നിന്നുമാണ് വിവരങ്ങൾ തേടിയത്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും ഫയർഫോഴ്സ് തീയണയ്ക്കുന്നതിനിടെയാണ് വീട്ടിൽ നോട്ട് കെട്ടുകൾ കണ്ടെത്തിയത്. 15 കോടി ആണ് കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതേ സംബന്ധിച്ച് ആ സമയം യശ്വന്ത് വർമ്മ വീട്ടിലില്ലാത്ത സമയത്താണ് തീപിടുത്തമുണ്ടായതും ഫയർഫോഴ്സ് അവിടെ എത്തുകയും ചെയ്തത്. എന്നാൽ ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ച്, പണം എത്തിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ യശ്വന്ത് വർമ്മ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇങ്ങനെ പണം കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അവിടെയും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സിനോട് തന്നെ സുപ്രീം കോടതി വിവരങ്ങൾ തേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. ദില്ലി ഫയർഫോഴ്സ് മേധാവിയിൽ നിന്നാണ് സുപ്രീം കോടതി വിവരങ്ങൾ തേടിയിട്ടുള്ളത്. ആദ്യം ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഫയർഫോഴ്സ് ഇക്കാര്യം നിഷേധിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നോട്ട് കെട്ടുകൾ കണ്ടെത്തിയ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, നിലവിൽ സുപ്രീം കോടതി ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ഫയർഫോഴ്സിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ജഡ്ജിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും നേരത്തെ തന്നെ ഈ നോട്ടുകളുടെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച പരിശോധനകളുടെയും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ദില്ലി ഫയർഫോഴ്സ് മേധാവിയിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുള്ളത്. സുപ്രീം കോടതി അതുൽ ഗാർഗന്റെ വസതിയിൽ നേരിട്ട് സുപ്രീം കോടതി ഉദ്യോഗസ്ഥർ എത്തിയതായാണ് മനസ്സിലാകുന്നത്. കാരണം ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പണം തങ്ങളുടെ വീട്ടിൽ ഇല്ല എന്ന ആരോപണം നേരത്തെ തന്നെ ഈ ജഡ്ജിയും കുടുംബാംഗങ്ങളും അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥരാണ് അവിടെ നേരിട്ടെത്തുകയും അതിന്റെ പരിശോധനയുടെ ഭാഗമായാണ് ഈ തെളിവുകളടക്കം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നുള്ള ആരോപണങ്ങളാണ് ജഡ്ജിയും അതോടൊപ്പം കുടുംബാംഗങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയുടെ വസതിയിൽ തന്നെ നേരിട്ടെത്തി ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് പുറത്തു വരിക. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം എന്തായാലും പുരോഗമിക്കുന്നത്. സുപ്രീം കോടതി നേരത്തെ തന്നെ ഒരു 3 അംഗ പാനലിനെ ഇതിനോടകം നിയോഗിച്ചിട്ടുണ്ട്. അവരും ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ വേണ്ടി നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം അഗ്നിശമന സേനയുടെ മേധാവിയിലേക്ക് കൂടി അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. ശരി സ്വാതി.